പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ദേശത്തെല്ലായിടവും അന്വേഷിച്ച് കണ്ടെത്തിയ സുന്ദരിയായ യുവതി ആര്? ഉത്തരം: അബീശഗ്. 1 രാജാക്കന്മാർ 1:3. ക്വസ്റ്റ്യൻ: കമ്പിളി പുതച്ചിട്ടും കുളിർ മാറാതിരുന്ന വൃദ്ധൻ ആര്? ഉത്തരം: ദാവീദ്. 1:1. ക്വസ്റ്റ്യൻ: ദാവീദ് രാജാവിനെ പരിചാരകിയായി ശുശ്രൂഷ ചെയ്ത അതിസുന്ദരിയായ യുവതി? ഉത്തരം: അബീശഗ്. 1:4. ക്വസ്റ്റ്യൻ: താൻ രാജാവാകുമെന്ന് പറഞ്ഞ് രഥങ്ങളെയും കുതിരച്ചേവകരെയും തനിക്ക് മുമ്പായി ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചത് ആര്? ഉത്തരം: അദോനിയാവ്. 1:5. ക്വസ്റ്റ്യൻ: അദോനിയാവിൻ്റെ അമ്മ ആര്? ഉത്തരം: ഹഗീത്ത്. 1:5. ക്വസ്റ്റ്യൻ: അദോനിയാവിന് പിന്തുണയായിരുന്ന 2 പേർ ആരൊക്കെ? ഉത്തരം: യോവാബ്, അബ്യാഥാർ. 1:7. ക്വസ്റ്റ്യൻ: ശലോമോൻ്റെ അമ്മയുടെ പേരെന്ത്? ഉത്തരം: ബത്ത്ശേബ. 1:11. ക്വസ്റ്റ്യൻ: അദോനിയാവ് ഏത് കല്ലിനരികെ വെച്ച് ആടുമാടുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു? ഉത്തരം: സോഹേലെത്ത്. 1:9. ക്വസ്റ്റ്യൻ: തൃക്കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പ് കൊണ്ടുവന്ന് ശലോമോനെ അഭിഷേകം ചെയ്തത് ആര്? ഉത്തരം: സാദോക്ക് പുരോഹിതൻ. 1:39. ക്വസ്റ്റ്യൻ: അദോനിയാവ് ആരോടാണ് "അകത്തു വരിക, നീ യോഗ്യ പുരുഷൻ, നീ നല്ല വർത്തമാനം കൊണ്ടുവരുന്നു" എന്ന് പറഞ്ഞത്? ഉത്തരം: യോനാഥാനോട്. 1:42. ക്വസ്റ്റ്യൻ: അദോനിയാവ് ശലോമോനെ പേടിച്ചു ചെന്ന് എന്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു? ഉത്തരം: യാഗപീഠത്തിൻ്റെ. 1:50. ക്വസ്റ്റ്യൻ: അവൻ യോഗ്യനായിരുന്നാൽ അവൻ്റെ തലയിലെ ഒരു രോമവും നിലത്തു വീഴുകയില്ല. ഇത് ആരെക്കുറിച്ച് പറഞ്ഞു? ഉത്തരം: ശലോമോൻ അദോനിയാവിനെ. 1:51-52 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: നീ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്ക, ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ദാവീദ് ശലോമോനോട്. 2:1. ക്വസ്റ്റ്യൻ: അനാഥോത്തിൽ ജന്മഭൂമിയുള്ളത് ആർക്ക്? ഉത്തരം: അബ്യാഥാർ പുരോഹിതന്. 2:26. ക്വസ്റ്റ്യൻ: തന്നേക്കാൾ നീതിയും സൽഗുണവുമുള്ള പുരുഷന്മാർ എന്ന് ശലോമോൻ പറഞ്ഞിരിക്കുന്നത് ആരെയെല്ലാം? ഉത്തരം: അബ്നേർ, അമാസ. 2:32. ക്വസ്റ്റ്യൻ: കിദ്രോൻ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കേണ്ടി വരും എന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക എന്ന് ശലോമോൻ കൽപ്പിച്ചത് ആരോട്? ഉത്തരം: ശിമെയി. 2:37. ക്വസ്റ്റ്യൻ: യോവാബ് കൊന്ന ഇസ്രായേലിൻ്റെ 2 സേനാധിപന്മാർ ആരൊക്കെ? ഉത്തരം: അബ്നേർ, അമാസ. 2:51. ക്വസ്റ്റ്യൻ: ഭാര്യയെ ചോദിച്ചതിനാൽ മരിക്കേണ്ടി വന്നതാര്? ഉത്തരം: അദോനിയാവ്. 2:17, 23, 25. ക്വസ്റ്റ്യൻ: യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ച 2 പേർ ആരൊക്കെ?
ഉത്തരം യോവാബ് അദോനിയാവ്. 2:28, 1:50. ക്വസ്റ്റ്യൻ: യോവാബിനെ അടക്കം ചെയ്തത് എവിടെ? ഉത്തരം മരുഭൂമിയിലെ തൻ്റെ വീട്ടിൽ. 2:34. ക്വസ്റ്റ്യൻ: യോവാബിന് പകരം ശലോമോൻ സേനാപതിയാക്കിയതാരെ? ഉത്തരം ബെനായാവിനെ. 2:35. ക്വസ്റ്റ്യൻ: ശിമെയി ആരെ അന്വേഷിപ്പാനാണ് ഗത്തിൽ ആക്കീഷിൻ്റെ അടുക്കൽ പോയത്? ഉത്തരം അടിമകളെ അന്വേഷിപ്പാൻ. 2:40. ക്വസ്റ്റ്യൻ: യഹോവയുടെ നാമത്തിന് ഒരാലയം പണിയാതെ ഇരുന്നത് കൊണ്ട് ജനം എവിടെ വെച്ച് യാഗം കഴിച്ചു പോന്നു? ഉത്തരം പൂജാഗിരികളിൽ വെച്ച്. 3:2. ക്വസ്റ്റ്യൻ: പ്രധാന പൂജാഗിരിയായിരുന്നത് എവിടെ? ഉത്തരം ഗിബയോൻ. 3:4. ക്വസ്റ്റ്യൻ: ശലോമോൻ എപ്രകാരമുള്ള ഹൃദയമാണ് ദൈവത്തോട് ചോദിച്ചത്? ഉത്തരം വിവേകമുള്ള ഹൃദയം. 3:9. ക്വസ്റ്റ്യൻ: ശലോമോൻ്റെ മന്ത്രി ആര്? ഉത്തരം യഹോശാഫാത്ത്. 4:3. ക്വസ്റ്റ്യൻ: നാഥാൻ്റെ മകനായ പുരോഹിതൻ ആര്? ഉത്തരം സാബോദ്. 4:5. ക്വസ്റ്റ്യൻ: രാജാവിനും രാജഗൃഹത്തിനും ഭോജനപദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുപ്പാൻ ശലോമോന് ഇസ്രായേലിലൊക്കെയും എത്ര കാര്യക്കാരന്മാർ ഉണ്ടായിരുന്നു? ഉത്തരം 12 കാര്യക്കാരന്മാർ. 4:7. ക്വസ്റ്റ്യൻ: ആ ദേശത്ത് ഒരു കാര്യക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് ദേശത്ത്? ഉത്തരം ഗിലെയാദ് ദേശത്ത്. 4:19. ക്വസ്റ്റ്യൻ: ദൈവം ശലോമോന് എന്തുപോലെ ഹൃദയവിശാലത കൊടുത്തു? ഉത്തരം കടൽക്കരയിലെ മണൽ പോലെ. 4:29. ക്വസ്റ്റ്യൻ: ജ്ഞാനികൾ ആയിരുന്ന മഹോലിൻ്റെ പുത്രന്മാർ ആരെല്ലാം? ഉത്തരം ഹേമാൻ, കൽക്കോൽ, ദർദ. 4:31. ക്വസ്റ്റ്യൻ: ശലോമോൻ്റെ ഗീതങ്ങൾ എത്ര? ഉത്തരം 1005. 4:32. ക്വസ്റ്റ്യൻ: ശലോമോൻ എത്ര സദൃശവാക്യം പറഞ്ഞു? ഉത്തരം 3000. 4:32. ക്വസ്റ്റ്യൻ: മരം മുറിപ്പാൻ പരിചയമുള്ള ഒരു കൂട്ടർ? ഉത്തരം സീദോന്യർ. 5:6. ക്വസ്റ്റ്യൻ: ശലോമോൻ യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങിയത് ഏത് മാസം? ഉത്തരം സീവ് മാസം. 6:1. ക്വസ്റ്റ്യൻ: എവിടെ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ടാണ് ആലയം പണിതത്? ഉത്തരം വെട്ടുക്കുഴിയിൽ വെച്ച്. 6:7. ക്വസ്റ്റ്യൻ: ആലയത്തിൻ്റെ നിലം തളമിട്ടത് എന്തുകൊണ്ട്? ഉത്തരം സരളപ്പലക കൊണ്ട്. 6:15. ക്വസ്റ്റ്യൻ: ആലയം പണിത് തീർത്തത് ഏത് മാസം? ഉത്തരം ബൂൽ. 6:38. ക്വസ്റ്റ്യൻ: ശലോമോൻ എത്ര നാൾ കൊണ്ട് ആലയം പണിത് തീർത്തു? ഉത്തരം 7 ആണ്ടുകൊണ്ട്. 6:38. ക്വസ്റ്റ്യൻ: അതിന് 100 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. ഏതിന്?
ഉത്തരം ശലോമോൻ പണിത ലെബാനോൻ വനഗൃഹത്തിന് 7/2. ക്വസ്റ്റ്യൻ, ന്യായം വിധിക്കേണ്ടതിന് ആസ്ഥാന മണ്ഡപമായിട്ട് ശലോമോൻ പണിതത് എന്ത്? ഉത്തരം സിംഹാസന മണ്ഡപം 7/7. ക്വസ്റ്റ്യൻ, വിശേഷപ്പെട്ട കല്ലൊക്കെയും അറുത്തെടുത്തത് എന്തുകൊണ്ട്? ഉത്തരം ഈർച്ചവാൾ കൊണ്ട് 7/9. ക്വസ്റ്റ്യൻ, താമ്രം കൊണ്ട് സകലവിധ പണിയും ചെയ്യുവാൻ തക്കവണ്ണം ജ്ഞാനവും ബുദ്ധിയും സാമർഥ്യവും ഉള്ളവനായിരുന്നത് ആര്? ഉത്തരം ഹീരാം 7/14. ക്വസ്റ്റ്യൻ, ഉപകരണങ്ങൾ അനവധി ആയിരുന്നത് കൊണ്ട് ശലോമോൻ അവയൊന്നും എന്തു ചെയ്തില്ല? ഉത്തരം തൂക്കിയില്ല 7/47. ക്വസ്റ്റ്യൻ, ശലോമോൻ ആര് നിവേദിച്ചിരുന്ന വെള്ളിയും പൊന്നും ഉപകരണങ്ങളും കൊണ്ടുവന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ചു? ഉത്തരം ദാവീദ് 7/51. ക്വസ്റ്റ്യൻ, ഇസ്രായേൽ പുരുഷന്മാർ ഒക്കെയും 7-ാം മാസമായ ഡാഷ് മാസത്തിലെ ഉത്സവത്തിൽ ശലോമോൻ രാജാവിൻ്റെ അടുക്കൽ വന്നുകൂടി? ഉത്തരം ഏതാനീം മാസം 8/2. ക്വസ്റ്റ്യൻ, ദൈവം എവിടെയൊക്കെ നീ അടങ്ങുകയില്ലല്ലോ എന്നാണ് ശലോമോൻ പറഞ്ഞത്? ഉത്തരം സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും 8/27. ക്വസ്റ്റ്യൻ, ശലോമോൻ യഹോവയ്ക്ക് എത്ര കാളയെ സമാധാനയാഗമായിട്ട് അർപ്പിച്ചു? ഉത്തരം 20,000 8/63. ക്വസ്റ്റ്യൻ, ഇസ്രായേൽ ജനം അഭിനന്ദിച്ച രാജാവ്? ഉത്തരം ശലോമോൻ 8/66. ക്വസ്റ്റ്യൻ, തനിക്ക് ഉണ്ടാക്കുവാൻ മനസ്സും താൽപ്പര്യവും ഉണ്ടായിരുന്നതൊക്കെയും പണിത വ്യക്തി ആര്? ഉത്തരം ശലോമോൻ 9/1. ക്വസ്റ്റ്യൻ, ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും കടന്നുപോകുന്ന ഏവനും അതിനെ കണ്ട് സ്തംഭിച്ചു ചൂള കുത്തി, യഹോവ ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തിയത് എന്ത് എന്ന് ചോദിക്കും. വാക്യം ഏത്? ഉത്തരം 1 രാജാക്കന്മാർ 9/8. ക്വസ്റ്റ്യൻ, ശലോമോൻ രാജാവ് ഹീരാമിന് 20 പട്ടണം കൊടുത്തത് എവിടെ? ഉത്തരം ഗലീലാ ദേശത്ത് 9/11. ക്വസ്റ്റ്യൻ, ശലോമോൻ 20 സംവത്സരം കൊണ്ട് പണിത 2 ഭവനങ്ങൾ ഏവ? ഉത്തരം യഹോവയുടെ ആലയം, രാജധാനി 9/10. ക്വസ്റ്റ്യൻ, ശലോമോൻ ഹീരാമിന് ഗലീലാ ദേശത്ത് കൊടുത്ത പട്ടണങ്ങൾ ഉൾപ്പെട്ട ദേശത്തിൻ്റെ പേരെന്ത്? ഉത്തരം കാബൂൽ ദേശം 9/13. ക്വസ്റ്റ്യൻ, ഗേസർ പിടിച്ച് തീ വെച്ച് ചുട്ടുകളഞ്ഞ് അതിൽ പാർത്തിരുന്ന കനാന്യരെ കൊന്നത് ആര്? ഉത്തരം മിസ്രയീം രാജാവായ ഫറവോൻ 9/16. ക്വസ്റ്റ്യൻ, ശലോമോൻ രാജാവ് ഏദോം ദേശത്ത് ചെങ്കടൽക്കരയിൽ ഏലോത്തിനു സമീപത്തുള്ള എവിടെ വെച്ച് കപ്പലുകൾ പണിതു? ഉത്തരം എസ്യോൻ ഗേബരിൽ വെച്ച് 9/26. ക്വസ്റ്റ്യൻ, ഷെബാ രാജ്ഞി എന്ത് സംബന്ധിച്ച് ശലോമോനുള്ള കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ അവനെ പരീക്ഷിക്കേണ്ടതിന് വന്നു? ഉത്തരം യഹോവയുടെ നാമം സംബന്ധിച്ച് 10/1. ക്വസ്റ്റ്യൻ, ഷെബാ രാജ്ഞി ശലോമോൻ രാജാവിന് എത്ര താലന്ത് പൊന്നു കൊടുത്തു? ഉത്തരം 120 താലന്ത് 10/10.
ക്വസ്റ്റ്യൻ, ഹീരാമിൻ്റെ കപ്പലുകൾ ഓഫീരിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്നു? ഉത്തരം, പൊന്നും അനവധി ചന്ദനവും രത്നവും. 10-11. ക്വസ്റ്റ്യൻ, ശലോമോൻ രാജാവ് ഉണ്ടാക്കിയ വൻ പരിചകളുടെ എണ്ണം എത്ര? ഉത്തരം, 200. 10-16. ക്വസ്റ്റ്യൻ, ശലോമോൻ രാജാവ് അടിച്ചുപരത്തിയ പൊന്നുകൊണ്ട് ഉണ്ടാക്കിയ വൻ പരിചയ്ക്ക് മൊത്തം എത്ര ശേക്കൽ പൊന്നു ചെലവായി? ഉത്തരം, 1,20,000 ശേക്കൽ. 10-16. ക്വസ്റ്റ്യൻ, ശലോമോൻ രാജാവിൻ്റെ ലെബാനോൻ വനഗൃഹത്തിലെ ഉപകരണങ്ങളൊക്കെയും എന്തുകൊണ്ടുള്ളത് ആയിരുന്നു? ഉത്തരം, തങ്കം കൊണ്ട്. 10-21. ക്വസ്റ്റ്യൻ, വെള്ളിക്ക് ശലോമോൻ്റെ കാലത്ത് എന്തില്ലായിരുന്നു? ഉത്തരം, വിലയില്ലായിരുന്നു. 10-21. ക്വസ്റ്റ്യൻ, ശലോമോൻ രാജാവ് യെരുശലേമിൽ ദേവദാരുവിനെ എവിടുത്തെ കാട്ടത്തിമരം പോലെയാക്കി? ഉത്തരം, താഴ്വീതിയിലെ. 10-27. ക്വസ്റ്റ്യൻ, ശലോമോന് കുതിരകളെ കൊണ്ടുവന്നത് എവിടെ നിന്നായിരുന്നു? ഉത്തരം, മിസ്രയീം. 10-28. ക്വസ്റ്റ്യൻ, എത്ര വെപ്പാട്ടികളാണ് ശലോമോന് ഉണ്ടായിരുന്നത്? ഉത്തരം, 300. 11-3. ക്വസ്റ്റ്യൻ, ശലോമോന് എത്ര പത്നിമാർ ഉണ്ടായിരുന്നു? ഉത്തരം, 700. 11-3. ക്വസ്റ്റ്യൻ, അവൻ്റെ ഹൃദയം അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയിങ്കൽ ഏകാഗ്രമായിരുന്നില്ല. ആരുടേത്? ഉത്തരം, ശലോമോൻ്റെ. 11-4. ക്വസ്റ്റ്യൻ, യഹോവ ശലോമോന് എത്ര തവണ പ്രത്യക്ഷനായി? ഉത്തരം, 2 തവണ. 11-9. ക്വസ്റ്റ്യൻ, ശലോമോന് പകരം രാജാവായത് ആര്? ഉത്തരം, രഹബയാം. 11-13. ക്വസ്റ്റ്യൻ, എത്ര നാളാണ് യോവാബും എല്ലാ ഇസ്രായേല്യരും ഏദോമിൽ പാർത്തത്? ഉത്തരം, 6 മാസം. 11-16. ക്വസ്റ്റ്യൻ, ഫറവോൻ്റെ പുത്രന്മാരോട് ഒപ്പം വളർന്നവൻ ആരാണ്? ഉത്തരം, ഗനൂബത്ത്. 11-20. ക്വസ്റ്റ്യൻ, മുലകുടി മാറിയ ശേഷം ഫറവോൻ്റെ അരമനകളിൽ വളർത്തപ്പെട്ടത് ആര്? ഉത്തരം, ഗനൂബത്ത്. 11-20. ക്വസ്റ്റ്യൻ, ശലോമോൻ്റെ രണ്ടാമത്തെ പ്രതിയോഗി? ഉത്തരം, രസോൻ. 11-23. ക്വസ്റ്റ്യൻ, ശലോമോൻ എല്ലാ ഇസ്രായേലിനെയും വാണകാലം എത്ര? ഉത്തരം, 40 സംവത്സരം. 11-42. ക്വസ്റ്റ്യൻ, ശലോമോൻ രാജാവിൻ്റെ സന്നിധിയിൽ നിന്ന് മിസ്രയീമിൽ ഓടിപ്പോയി അവിടെ പാർത്തതാര്? ഉത്തരം, നെബാത്തിൻ്റെ മകനായ യൊരോബയാം. 12-2. ക്വസ്റ്റ്യൻ, അപ്പൻ്റെ അരയേക്കാൾ വലിപ്പമുള്ള ചെറുവിരൽ ഉണ്ടെന്ന് അവകാശപ്പെട്ടത് ആര്? ഉത്തരം, രഹബയാം. 12-10. ക്വസ്റ്റ്യൻ, എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടിക്കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ തേളുകൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്ന് പറഞ്ഞ രാജാവ് ആര്? ഉത്തരം,
രഹബയാം 12:14. ക്വസ്റ്റ്യൻ അഹിയ പ്രവാചകൻ്റെ ദേശം. ഉത്തരം ശീലോൻ 12:15. ക്വസ്റ്റ്യൻ രഹബയാമിൻ്റെ ഊഴിയവേലയുടെ മേൽവിചാരകൻ. ഉത്തരം അദോരാം 12:18. ക്വസ്റ്റ്യൻ രഹബയാം എത്ര യോദ്ധാക്കളെ ശേഖരിച്ചു? ഉത്തരം 1,80,000 12:21. ക്വസ്റ്റ്യൻ അബിയാമിൻ്റെ മാതാവ്. ഉത്തരം മയഖ 15:1-2 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ എന്ത് ചെയ്തതിനാലാണ് മയഖ രാജ്ഞിസ്ഥാനത്ത് നിന്നും നീക്കപ്പെട്ടത്? ഉത്തരം അശേരയ്ക്ക് ഒരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നതുകൊണ്ട് 15:13. ക്വസ്റ്റ്യൻ എഫ്രയീം മലനാട്ടിൽ ഷേഖേം പണിത് അവിടെ പാർത്തതാര്? ഉത്തരം യൊരോബയാം 12:25. ക്വസ്റ്റ്യൻ സ്വമേധയ ഉത്സവം നിശ്ചയിച്ച രാജാവ്. ഉത്തരം യൊരോബയാം 12:32-33. ക്വസ്റ്റ്യൻ ഒരു ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പനയാൽ യഹൂദയിൽ നിന്ന് എവിടേക്ക് വന്നു? ഉത്തരം ബേഥേലിലേക്ക് 13:1. ക്വസ്റ്റ്യൻ ദൈവപുരുഷൻ്റെ ശവത്തിനരികെ നിന്ന മൃഗങ്ങൾ ഏതൊക്കെ? ഉത്തരം കഴുത, സിംഹം 13:28. ക്വസ്റ്റ്യൻ വാർദ്ധക്യം നിമിത്തം കണ്ണുമങ്ങിയ പ്രവാചകൻ ആര്? ഉത്തരം അഹിയാവ് 14:4. ക്വസ്റ്റ്യൻ യഹോവയുടെ കൽപ്പനകളെ പ്രമാണിക്കുകയും പ്രസാദമുള്ളത് മാത്രം ചെയ്യുവാൻ പൂർണ്ണ മനസ്സോടുകൂടെ അനുസരിക്കുകയും ചെയ്തത് ആരാണ്? ഉത്തരം ദാവീദ് 14:8. ക്വസ്റ്റ്യൻ ഏത് രാജാവാണ് യെരുശലേം കൊള്ളയടിച്ചത്? ഉത്തരം മിസ്രയീം രാജാവായ ശീശക് 14:25-26. ക്വസ്റ്റ്യൻ പാപം ചെയ്യുകയും ചെയ്ത രാജാവ്. ഉത്തരം യൊരോബയാം 14:16. ക്വസ്റ്റ്യൻ ശലോമോൻ്റെ ഒരു ഭാര്യയുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആരുടെ? ഉത്തരം നയമ 14:21. ക്വസ്റ്റ്യൻ രഹബയാം എത്ര നാൾ യെരുശലേം ഭരിച്ചു? ഉത്തരം 17 സംവത്സരം 14:21. ക്വസ്റ്റ്യൻ യൊരോബയാമിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം നെബാത്ത് 15:1. ക്വസ്റ്റ്യൻ അബീശാലോമിൻ്റെ മകൾ. ഉത്തരം മയഖ 15:2. ക്വസ്റ്റ്യൻ രഹബയാമും യൊരോബയാമും തമ്മിൽ ജീവപര്യന്തം എന്ത് ഉണ്ടായിരുന്നു? ഉത്തരം യുദ്ധം 15:6. ക്വസ്റ്റ്യൻ ആസ അശേര മ്ലേച്ഛ വിഗ്രഹം വെട്ടിമുറിച്ച് എവിടെ വെച്ച് ചുട്ടുകളഞ്ഞു? ഉത്തരം കിദ്രോൻ തോട്ടിനരികെ വെച്ച് 15:13. ക്വസ്റ്റ്യൻ ആസയുടെ അടുക്കൽ പോക്കുവരത്തിന് ആരെയും സമ്മതിക്കാതിരിക്കേണ്ടതിന് രാമയെ പണിതുറപ്പിച്ചത് ആര്? ഉത്തരം ബയശ 15:17. ക്വസ്റ്റ്യൻ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന എല്ലാ വെള്ളിയും പൊന്നും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് ആസാ രാജാവ് ഏത് അരാം രാജാവിന് അവയെ കൊടുത്തയച്ചു?
ഉത്തരം ബെൻ ഹദദിന് 15-18. ക്വസ്റ്റ്യൻ ബയശ പണിത് ഉറപ്പിച്ച രാമയുടെ കല്ലും മരവും എടുത്ത് ആസാ രാജാവ് ബെന്യാമീനിലെ എന്തൊക്കെ പണിത് ഉറപ്പിച്ചു? ഉത്തരം ഗേബയും മിസ്പയും 15-22. ക്വസ്റ്റ്യൻ ആസയുടെ കാലുകൾക്ക് ദീനം പിടിച്ചത് എപ്പോൾ? ഉത്തരം വാർദ്ധക്യകാലത്ത് 15-23. ക്വസ്റ്റ്യൻ ബയശ ആർക്ക് പകരമാണ് രാജാവായത്? ഉത്തരം നാദാബ് 15-25-28. ക്വസ്റ്റ്യൻ ബയശായുടെ ഗോത്രം? ഉത്തരം ഇസാക്കാർ 15-27. ക്വസ്റ്റ്യൻ ബയശ രാജാവായ ഉടനെ ആരുടെ ഗൃഹത്തെ മുഴുവനും നിഗ്രഹിച്ചു? ഉത്തരം യൊരോബയാം ഗൃഹത്തെ 15-29. ക്വസ്റ്റ്യൻ നാദാബിൻ്റെ വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും എഴുതിയിരിക്കുന്ന പുസ്തകം ഏത്? ഉത്തരം ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകം 15-31. ക്വസ്റ്റ്യൻ ബയശയ്ക്ക് വിരോധമായി യഹോവയുടെ അരുളപ്പാട് പറഞ്ഞത് ആര്? ഉത്തരം ഹനാനിയുടെ മകൻ യേഹൂ 16-1. ക്വസ്റ്റ്യൻ ബയശയെ അടക്കം ചെയ്തത് എവിടെ? ഉത്തരം തിർസയിൽ 16-6. ക്വസ്റ്റ്യൻ രഥങ്ങളിൽ പകുതിക്ക് അധിപതിയായ ഭൃത്യൻ? ഉത്തരം സിമ്രി 16-9. ക്വസ്റ്റ്യൻ സിമ്രി ആരെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി? ഉത്തരം ഏല 16-10. ക്വസ്റ്റ്യൻ തിർസയിൽ 7 ദിവസം മാത്രം രാജാവായിരുന്ന വ്യക്തി? ഉത്തരം സിമ്രി 16-15. ക്വസ്റ്റ്യൻ ഒംറി ഇസ്രായേലിൽ എത്ര സംവത്സരമാണ് വാണത്? ഉത്തരം 12 സംവത്സരം 16-23. ക്വസ്റ്റ്യൻ ഈസബേലിൻ്റെ പിതാവ് എവിടുത്തെ രാജാവായിരുന്നു? ഉത്തരം സീദോന്യ രാജാവ് 16-31. ക്വസ്റ്റ്യൻ എത്ബാൽ ഏത് രാജ്യത്തെ രാജാവാണ്? ഉത്തരം സീദോൻ 16-31. ക്വസ്റ്റ്യൻ യെരിഹോ പണിതത് ആര്? ഉത്തരം ഹീയേൽ 16-34. ക്വസ്റ്റ്യൻ ബേഥേല്യനായ ഹീയേൽ യെരിഹോ പണിതത് ആരുടെ കാലത്ത്? ഉത്തരം ആഹാബ് 16-34. ക്വസ്റ്റ്യൻ യോർദാന് കിഴക്കുള്ള ഒരു തോട്? ഉത്തരം കെരീത്ത് തോട് 17-3. ക്വസ്റ്റ്യൻ ഏലിയാവിന് ഭക്ഷണം കൊടുക്കേണ്ടതിനും പുലർത്തേണ്ടതിനും യഹോവ കൽപ്പിച്ചത് ആരോടൊക്കെ? ഉത്തരം കാക്ക സാരെഫാത്തിലെ വിധവ 17-4 17-9. ക്വസ്റ്റ്യൻ ക്ഷാമം കഠിനമായിരുന്നത് എവിടെ? ഉത്തരം ശമര്യയിൽ 18-2. ക്വസ്റ്റ്യൻ യഹോവയിങ്കൽ മഹാഭക്തനായിരുന്ന ആഹാബിൻ്റെ ഗൃഹവിചാരകൻ ആര്? ഉത്തരം ഓബദ്യാവ് 18-3. ക്വസ്റ്റ്യൻ ഈസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഓബദ്യാവ് പ്രവാചകന്മാരെ ഒളിപ്പിച്ചത് എത്ര ഗുഹയിൽ? ഉത്തരം 2 18-4.
ക്വസ്റ്റ്യൻ, ആർ ഇത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ? ആര് ആരോട് ചോദിച്ചു? ഉത്തരം, ആഹാബ് ഏലിയാവിനോട്. 18-17. ക്വസ്റ്റ്യൻ, ഏലിയാവ് എത്ര കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു? ഉത്തരം, 12. 18-32. ക്വസ്റ്റ്യൻ, ആര് പ്രാർത്ഥിച്ചപ്പോഴാണ് ആകാശത്ത് നിന്ന് തീയിറക്കി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചത്? ഉത്തരം, ഏലിയാവ്. 18-38. ക്വസ്റ്റ്യൻ, ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരെ എവിടെ കൊണ്ടുചെന്ന് വെട്ടിക്കൊന്നു കളഞ്ഞു? ഉത്തരം, കീശോൻ തോട്ടിനരികെ. 18-40. ക്വസ്റ്റ്യൻ, ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ആരോട് പറഞ്ഞു? ഉത്തരം, ഈസബേലിനോട്. 19-1. ക്വസ്റ്റ്യൻ, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് ആര് പറഞ്ഞു? ഉത്തരം, ഈസബേൽ. 19-2. ക്വസ്റ്റ്യൻ, ഏലിയാവ് യഹൂദയ്ക്കുൾപ്പെട്ട എവിടെ ചെന്ന് തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു? ഉത്തരം, ബേർഷേബയിൽ. 19-3. ക്വസ്റ്റ്യൻ, ഏലിയാവ് മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് എന്തിൻ്റെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു? ഉത്തരം, ഒരു ചൂരച്ചെടിയുടെ തണലിൽ. 19-4. ക്വസ്റ്റ്യൻ, യഹോവയുടെ ദൂതൻ എത്ര പ്രാവശ്യം ഏലിയാവിനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു? ഉത്തരം, 2. 19-7. ക്വസ്റ്റ്യൻ, യഹോവ ഏലിയാവിനോട് അരാമിന് രാജാവായിട്ട് ആരെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞു? ഉത്തരം, ഹസായേലിനെ. 19-15. ക്വസ്റ്റ്യൻ, എലീശ എവിടത്തുകാരനാണ്? ഉത്തരം, ആബേൽ മൊഹോലയിൽ നിന്ന്. 19-16. ക്വസ്റ്റ്യൻ, നിംഷിയുടെ മകൻ ആര്? ഉത്തരം, യേഹൂ. 19-16. ക്വസ്റ്റ്യൻ, തനിക്ക് തുണയായിരുന്ന 32 രാജാക്കന്മാരോട് കൂടെ മണിപ്പന്തലിൽ കുടിച്ചു മത്തനായിരുന്നത് ആര്? ഉത്തരം, ബെൻ ഹദദ്. 20-16. ക്വസ്റ്റ്യൻ, യഹോവ പർവ്വതദേവനാകുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം, അരാം രാജാവായ ബെൻ ഹദദിൻ്റെ ഭൃത്യന്മാർ. 20-23. ക്വസ്റ്റ്യൻ, പട്ടണമതിൽ വീണത് എത്ര പേരുടെ മേൽ ആണ്? ഉത്തരം, 27,000 പേരുടെ മേൽ. 20-30. ക്വസ്റ്റ്യൻ, ഇസ്രയേല്യനായ നാബോത്തിന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നത് എവിടെ? ഉത്തരം, ആഹാബിൻ്റെ അരമനയുടെ സമീപത്ത്. 21-1. ക്വസ്റ്റ്യൻ, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് ആര് ആരോട് പറഞ്ഞു? ഉത്തരം, നാബോത്ത് ആഹാബിനോട്. 21-3. ക്വസ്റ്റ്യൻ, നാബോത്തിന് വിരോധമായി സാക്ഷ്യം പറഞ്ഞത് എത്ര പേർ? ഉത്തരം, നീചന്മാരായ 2 ആളുകൾ. 21-13. ക്വസ്റ്റ്യൻ, എൻ്റെ ശത്രുവേ നീ എന്നെ കണ്ടെത്തിയോ എന്ന് ആര് ആരോട് ചോദിച്ചു? ഉത്തരം, ആഹാബ് ഏലിയാവിനോട്. 21-20.
ക്വസ്റ്റ്യൻ അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞവൻ. ഉത്തരം ആഹാബ് 21:25. ക്വസ്റ്റ്യൻ ഇസ്രായേൽ രാജാവ് അവൻ എന്നെക്കുറിച്ച് ഗുണമല്ല ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് ആരെക്കുറിച്ച്? ഉത്തരം മീഖായാവിനെക്കുറിച്ച് 22:8. ക്വസ്റ്റ്യൻ തനിക്ക് ഇരുമ്പ് കൊണ്ട് കൊമ്പ് ഉണ്ടാക്കി ഇവ കൊണ്ട് നീ അരാമ്യരെ അവർ ഒടുങ്ങും വരെ കുത്തിക്കളയും എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ ആര്? ഉത്തരം സിദക്കിയാവ് 22:11. ക്വസ്റ്റ്യൻ കെനയനയുടെ മകനായ സിദക്കിയാവ് ആരുടെ ചെകിട്ടത്ത് ആണ് അടിച്ചത്? ഉത്തരം മീഖായാവിൻ്റെ 22:24. ക്വസ്റ്റ്യൻ വേഷം മാറി പടയിൽ കടന്ന ഇസ്രായേൽ രാജാവ് ആര്? ഉത്തരം ആഹാബ് 22:30. ക്വസ്റ്റ്യൻ ആനക്കൊമ്പ് കൊണ്ട് അരമന പണിത രാജാവ് ആര്? ഉത്തരം ആഹാബ് 22:39. ക്വസ്റ്റ്യൻ അസൂബ ആരുടെ മകൾ? ഉത്തരം ഷിൽഹി 22:42. ക്വസ്റ്റ്യൻ ഏദോമിൽ രാജാവില്ലായ്ക കൊണ്ട് രാജസ്ഥാനം വഹിച്ചത് ആര്? ഉത്തരം ഒരു ദേശാധിപതി 22:47. ക്വസ്റ്റ്യൻ തർഷീഷ് കപ്പലുകളെ ഉണ്ടാക്കിയ രാജാവ് ആര്? ഉത്തരം യഹോശാഫാത്ത് 22:48. ക്വസ്റ്റ്യൻ യഹോശാഫാത്ത് ഉണ്ടാക്കിയ തർഷീഷ് കപ്പലുകൾ ഉടഞ്ഞുപോയത് എവിടെ വെച്ച്? ഉത്തരം എസ്യോൻ ഗേബരിൽ വെച്ച് 22:48. ക്വസ്റ്റ്യൻ ആഹാബിൻ്റെ മകൻ? ഉത്തരം അഹസ്യാവ് 22:51. താങ്ക്സ് ഫോർ വാച്ചിങ്.